ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭൈരവിയമ്മ നിധിയോട് പറയുകയാണ്, എനിക്കിപ്പോൾ ഈ അർദ്ധരാത്രി നല്ല ചോറും പരിപ്പ് കറിയും, ചൂട് ചോറ് വേണം, അതുപോലെ പരിപ്പ് കറിയും നെയ്യും പപ്പടവും കൂടി എനിക്കിപ്പോൾ ചോറുണ്ണണം എന്ന് പറയണ്ടോ. ഇത് കേൾക്കുന്ന ഗൗതം പറയണേ, എന്താ ഇപ്പോൾ ഈ പറയുന്നത്, ഈ അർദ്ധരാത്രി എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാനാണ്? അത് കേൾക്കുന്ന ഭൈരവിയമ്മ പറയണേ, ഞാൻ ആവശ്യപ്പെട്ടത് ഉണ്ടാക്കി തന്നാൽ ഈ ഈശ്വരമംഗലത്ത് ആളുണ്ടാവും, അതല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും നടപടി ചെയ്യുമെന്ന് പറയണ്ടോ. ഇത് കേട്ടോടെ തന്നെ വസുന്ധരക്ക് ഭയങ്കര സന്തോഷമാവാണ്. അങ്ങനെ വസുന്ധര പറയണേ, എൻ്റെ ഭൈരവിയമ്മേ, ഇവിടെ നീതിക്ക് നല്ല കൈപുണ്യമാണ്, അവൾ 10 മിനിറ്റ് കൊണ്ട് പാചകം ചെയ്യും, അത്രയും നല്ല കഴിവുള്ളവളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പാറുവും അതുപോലെ തന്നെ എന്താണ് നിധിയും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭൈരവിയമ്മ പറയണേ, എന്താ നിധി, നിനക്ക് ഇതിൽ എതിർപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പറ. അപ്പോൾ ഗൗതം വീണ്ടും സംസാരിക്കുമ്പോൾ, ഈശ്വരമംഗലത്തെ ആണുങ്ങളോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല, ഇവളോടാണ് ഞാൻ സംസാരിച്ചത്. ഇവളീ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണമുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, നിനക്കുണ്ടാക്കി തരാൻ പറ്റുമോ? അതില്ലേ ഒന്ന് പറ. അത് കേട്ട ഉടനെ തന്നെ നിധി ഉണ്ടാക്കി തരാമെന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഭക്ഷണ സാധനങ്ങളെല്ലാം എടുത്ത് അവർ 3 പേരും കിച്ചണിലോട്ട് പോവാണ്. ഇതേ സമയം വീണ്ടും വസുന്ധര പറയാണ്, എൻ്റെ ഭൈരവിയമ്മയുടെ ഓരോ വാക്കുകളും അളന്ന് മുറിച്ചുള്ള ഓരോ വാക്കുകൾ പറയുന്നത് കേൾക്കുമ്പോൾ കല്ലിൽ കൊത്തിവെച്ചതുപോലെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ, എനിക്കിതൊക്കെ കുറച്ച് കേട്ടിട്ട് വേണം ഭൈരവിയമ്മയിൽ നിന്ന് പഠിക്കാൻ, കുറച്ചൊക്കെ എനിക്ക് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ, നീ ഇങ്ങ് വായോ എന്ന് പറഞ്ഞ് ഭൈരവിയമ്മ വിളിച്ചു കൊണ്ടുപോകാൻ കേട്ടോ. പിന്നീട് പാറു നിധിയെ സഹായിക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ തന്നെ പാറുവിനോട് പറയണം, അമ്മയ്ക്കെല്ലെങ്കിൽ തന്നെ തലവേദനയാണ്, ഒന്ന് പോയി കിടന്ന അമ്മ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം. അപ്പോൾ ഗൗതം പറയും, ഇതൊക്കെ എങ്ങനെ നീ ചെയ്യാനാണ്, അതൊക്കെ എന്നെക്കൊണ്ട് കഴിയും, നിങ്ങൾ പോയിക്കോ, എന്തായാലും ചോറും പരിപ്പും വേവാം, അതിൻ്റേതായൊരു സമയം വേണ്ടേ, അതെല്ലാവരും ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിധി ഗൗതമിനെയും പാറുവിനെയും അവിടെ നിന്ന് പറഞ്ഞയക്കാണ് കേട്ടോ. എന്നാൽ ഈ സമയം ശിവാനി ആണെങ്കിലും ഹോട്ടലിൽ പോയി തനിക്കൊരു ബില്ല് കൊടുക്കാൻ പോലും തനിക്ക് പറ്റാത്ത അവസ്ഥ ആലോചിച്ച് ചിന്തിച്ചിരിക്കുമ്പോഴാണ് രേണുക പാലുമായി വരുന്നത് കേട്ടോ. പാലങ്ങ് തട്ടി മാറ്റുമ്പോൾ, എന്താടി നീ കാണിക്കുന്നത്, നിനക്ക് എന്താടി ഇത്ര അഹങ്കാരം, പാല് കൊണ്ടുവന്നതിനാൽ നീ തട്ടുന്നത്, പിന്നെ ഞാൻ ഹോട്ടലിൽ പോയി ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായത് കണ്ടില്ല, പ്രണവ് എൻ്റെ ഭക്ഷണം, എൻ്റെ ATM കാർഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേൾക്കുന്ന രേണുക, അതിന് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ അമ്മ ഇവിടുത്തെ കഞ്ഞി പയറും കുടിച്ചിട്ടല്ല ജീവിക്കേണ്ടത്, എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൊട്ടിത്തെറിക്കുന്നു കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോഴേക്കും ശിവാനി എന്ത് ചെയ്യുന്നു, പ്രണവിന് ഫോൺ വിളിക്കാൻ കേട്ടോ. പ്രണവാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. ആ സമയം ശിവാനിയുടെ ഫോൺ കോൾ കാണുമ്പോൾ തന്നെ പ്രണവിന് നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പ്രണവ് ദേഷ്യത്തോടു കൂടി, എന്തിനാണ് നീ എനിക്ക് വിളിച്ചത്? എന്താ പ്രണവ്, ഞാൻ നിൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ ഭാര്യയോട് നീ തെറ്റ് ചെയ്യാമോ? ആരാണ് നിൻ്റെ ഭാര്യ? നീ എൻ്റെ ഭാര്യയാണെന്ന് ആരാ പറഞ്ഞത്? പ്രണവ്, വെറുതെ ആവശ്യമില്ലാതെ സംസാരിക്കരുത് കേട്ടോ. നീ എന്തിനാണ് ATM ഒക്കെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? പിന്നെ എൻ്റെ അക്കൗണ്ടിലുള്ള ആ ATM നിനക്ക് യൂസ് ചെയ്യാനാണോടി? നീ എന്നോട് ചെയ്തത് എന്താടി? നീ ഇത്രയും വലിയ ചതി എന്നോട് ചെയ്യില്ലേ എൻ്റെ പ്രണവ്? ഞാൻ എൻ്റെ വീട്ടുകാരെ പോലും വേണ്ടെന്ന് വെച്ച് നിൻ്റെ ജീവിതത്തിലോട്ട് വന്നത് എന്തിനാണെന്ന് നീ ആലോചിക്കണം. അതൊന്നും നീ മറന്നും കൊണ്ട് എന്നോട് സംസാരിക്കരുത്. അതൊക്കെ ഞാൻ മറന്നിട്ടല്ല സംസാരിക്കുന്നത്. പിന്നെ എന്താ പ്രണവ് നീ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത്? ഒരു തെറ്റ് ഏത് ഭാര്യയ്ക്കും സംഭവിക്കുന്നതല്ലേ? നീ എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും ഈ തെറ്റ് ചെയ്തതുകൊണ്ട് നിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ലടി. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ അച്ഛ എന്ന് വിളിക്കുന്ന സ്വപ്നം കണ്ടുപോയി ഞാൻ. അതുകൊണ്ട് മേലിൽ നീ എന്നെ വിളിക്കരുത്. പ്രണവ്, നീ ഈ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എനിക്ക് മറുത്തൊരു തീരുമാനം എടുക്കേണ്ടി വരും. അത് കേൾക്കുന്നതിനോടുകൂടി എന്ത് തീരുമാനം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ പറയണം, അതെ, ഞാൻ പത്രസമ്മേളനം വിളിച്ച് എൻ്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുകയാണ്, നിനക്ക് പറ്റുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ ഈ സമയം പ്രണവിനെ അത് കേൾക്കുമ്പോൾ ചെറുതായി പിരി പോകുന്നുണ്ട് കേട്ടോ, ഇനി എന്താവുമെന്ന്. എന്നാൽ ശിവാനിക്കാണെങ്കിൽ ദേഷ്യവും വൈരാഗ്യവും കൂടുകയാണ്. ഇതേ സമയം ഭൈരവി അമ്മയാണെങ്കിലോ ആരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓണത്തിന് എന്തായാലും വരും, ഫോണിലാട്ടോ. ഓണത്തിന് തിരുവോണം കഴിഞ്ഞ് ഇവിടെ നിന്നും പോരും, അധികം ഞാൻ നിൽക്കില്ല, തിരുവോണം വരെ നിൽക്കുള്ളൂ. അപ്പോൾ ആ സമയം വസുന്ധര അങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുക. വസുന്ധര ആരെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എന്നിട്ട് ഇതാണ് പറ്റിയ സമയം, നിധി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണെന്ന് ചിന്തിക്കുകയാണ് കേട്ടോ. അങ്ങനെ വസുന്ധര അടുത്തെത്തിയപ്പോൾ ഫോണ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വസുന്ധര, അല്ല ഭൈരവിയമ്മ ഇവിടെ തന്നെ ഇരിക്കുകയാണോ, ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? നിധി ഭക്ഷണമൊക്കെ പാചകം ചെയ്തു. അത് കേട്ട ഉടനെ, എന്താ നീ പറയുന്നത്, ഒരു ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ എത്ര സമയം വേണം? അതിനൊക്കെ അവൾ ഭയങ്കര സ്പീഡാണ്, മിനിറ്റുകൾക്കുള്ളിൽ അവൾക്ക് അതൊക്കെ കഴിയുമെന്ന് വസുന്ധര പറയാനിട്ട്. അത് കേൾക്കുന്നത്, എന്താ നീ പറയുന്നത്? അതെ, അവൾ ടേബിളിൽ ഭൈരവിയമ്മയും കാത്തിട്ട് ഇരിക്കുകയാണ്, ഭക്ഷണമൊക്കെ നിരത്തി വെച്ച് എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അത് കേൾക്കുന്ന ഭൈരവിയമ്മ, എന്നാൽ എനിക്കത് അറിഞ്ഞിട്ട് തന്നെ കാര്യം എന്നും പറഞ്ഞിട്ട് അങ്ങ് ടേബിളിലോട്ട് ചെല്ലണം കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നിധി ഭക്ഷണങ്ങളൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കി വെച്ചിരിക്കുന്ന നിധി ഇങ്ങനെ കൈകൊടുത്തിരിക്കുമ്പോൾ ഭൈരവിയമ്മ, എന്താ നീ കാണിക്കുന്നത്, സ്വപ്നം കണ്ടിരിക്കുകയാണോ? നീ പാചകം ചെയ്യുകയല്ലേ, നിനക്ക് എന്താ എൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭൈരവിയമ്മ അങ്ങ് ചൂടാകുമ്പോൾ നിധി പറയണേ, എൻ്റെ ഭൈരവിയമ്മേ,
നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കിയിട്ടുണ്ട്. നീ എന്താ എന്നെ കളിയാക്കിയതാണോ? കളിയാക്കിയതല്ല, തീർച്ചയായും ഞാൻ നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭൈരവിയമ്മ ഇരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ വിളമ്പിത്തരാം എന്നും പറയുന്നു കേട്ടോ. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തു വെച്ച് ഭൈരവിയമ്മയ്ക്ക് ചോറിട്ട് കൊടുക്കുന്നു. പിന്നീട് ഈ പരിപ്പ് കറി ഇട്ട് കൊടുക്കുന്നു. പിന്നീടാണെങ്കിലോ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കുന്നു. അതിന് മുകളിൽ പപ്പടം അങ്ങ് വെച്ച് കൊടുക്കുമ്പോൾ ഭൈരവിയമ്മക്ക് മൂക്കിൽ ആ സ്മെല്ല് കയറി കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല്. അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുക്കുമ്പോഴും നീ ചോറ് വേവിച്ചിട്ടില്ലേടി എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട്. പരിപ്പ് കറി ഒഴിച്ച് കൊടുക്കുമ്പോൾ പരിപ്പ് വെന്തിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയം നെയ്യ് ഒഴിക്കുമ്പോൾ ഇത് എക്സ്പയർ ആയ നെയ്യാണോ? പപ്പടം എടുക്കുമ്പോൾ അപ്പോഴും പറയുന്ന നല്ല എണ്ണയിലല്ലേ പപ്പടം പൊരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇവിടെ ഇതൊക്കെ പറയുമ്പോഴും ഭൈരവി അമ്മയ്ക്ക് നല്ല തെളിച്ചമാണ് നിധിയോട് തോന്നുന്നത്. അത്രയും വലിയ ഇഷ്ടമാണ്. ഇത്രയും സമയത്തിനുള്ളിൽ ഇവളെ എങ്ങനെ പാചകം ചെയ്തു. അപ്പോഴേക്കും പാറു ഓടി വരികയാണ്, ഗൗതം ഓടി വരികയാണ്. എന്നാലും നിധി ഇനി ഇത്ര പെട്ടെന്ന് പാചകം ചെയ്തോ? അത് കേട്ട ഉടനെ തന്നെ ഗൗതം പറയണേ, എൻ്റെ ഭാര്യ അങ്ങനെയല്ലേ എന്ന് ഗൗതം പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ചോറുരുളകൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഭൈരവിയമ്മക്ക് വലിയ സന്തോഷമാണ് ഭൈരവിയമ്മ വലിയ സന്തോഷത്തോടു കൂടി ഭൈരവിയമ്മ ഇങ്ങനെ ഭക്ഷണം കഴിച്ചും കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഭൈരവിയമ്മ അതെല്ലാം നന്നായി കഴിച്ചതിന് ശേഷം മുഖം അങ്ങ് മാറ്റി പിടിക്കുകയാണ് കേട്ടോ. ഇതേ സമയം വസുന്ധരയാണെങ്കിലോ ഈശ്വര ഇവള് എത്ര പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം ഭൈരവി അമ്മ ഭക്ഷണമൊക്കെ കഴുകിയതിന് ശേഷം ഉള്ളതുപോലെ പറയണല്ലോ. അപ്പോഴേക്കും ഭൈരവി അമ്മയോട് വസുന്ധര പറയണേ, അതെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവളുണ്ടാക്കിയ ഭക്ഷണം നല്ല സ്വാദാന്നൊക്കെ പറയും, പക്ഷേ എന്നാലും അത് പുകഴ്ത്തി പറയുന്നു വേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഭൈരവി അമ്മ നിധിയോട് പറയണേ, അതെ എനിക്ക് അന്നത്തെ നിന്ദിക്കുന്ന ഒരു സ്വഭാവമില്ല. അന്നം എങ്ങനെയുണ്ടെങ്കിലും അത് ഞാൻ കഴിക്കും. അത് നല്ലതാണെങ്കിൽ നല്ലത് തന്നെ എന്ന് പറയും. അത് പറയാതിരിക്കാൻ വയ്യ. നീ ഉണ്ടാക്കിയത് നല്ലത് തന്നെയാണ്, നല്ല കൈപ്പുണ്യമുള്ളവളാണ് നിധി എന്നും പറഞ്ഞിട്ട് ഭൈരവിയമ്മ അവിടെ നിന്ന് കൈ കഴുകാൻ പോകുമ്പോൾ വസുന്ധര ആകെ ഞെട്ടിപ്പോയിട്ടോ. എന്നിട്ട് വസുന്ധര കൈ കഴുകുന്നതിൻ്റെ അടുത്ത് നിന്നിട്ട് എന്തിനാ ഭൈരവിയമ്മ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ അവളോട് പറഞ്ഞത്? ഇനി അവൾ അതിമ കയറി പിടിക്കും, ഭൈരവിയമ്മക്ക് അറിയില്ല എന്നൊക്കെ പറയും. കർച്ചീഫൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നീങ്ങ് വായെന്ന് പറയണേ. പിന്നീടാണെങ്കിലോ ഭൈരവിയമ്മ വന്നിട്ട് പറയണേ നിധിയോട്, അതെ നീ എൻ്റെ കാലൊന്ന് തിരുമ്പി തരണം, എനിക്ക് കാല് നന്നായി വേദനിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന വസുന്ധരയ്ക്ക് ചെറിയായിട്ട് വരുന്നത്. അങ്ങനെ വസുന്ധര ഇങ്ങനെ അയ്യോ അവളെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ കാല് തിരുമ്പിത്തരാം. വേണ്ട, ഇവിടുത്തെ നീയല്ല കാല് തിരുമ്പേണ്ടത്, ഈ നിൽക്കുന്ന മരുമകളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം ഗൗതം പറയാണ്, ഞാൻ തിരുമ്പി തന്നാൽ മതിയോ എന്നിങ്ങനെ ഗൗതം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഈശ്വരമംഗലത്തെ ആണുങ്ങളല്ല എൻ്റെ കാല് തിരുമ്പേണ്ടത്, ഇവിടെ പെണ്ണുങ്ങൾ ചെയ്യാനുണ്ട്. ഇവൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, ഇവൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത തീരുമാനം എനിക്കെടുക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഈ സമയം വസുന്ധര പറയണേ, എൻ്റെ ഭൈരവിയമ്മേ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. കാര്യം അവൾ ഭക്ഷണത്തിലൊക്കെ അടിപൊളിയാണെങ്കിൽ അവൾ ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്തു തരില്ല. അതെന്താ അവൾ ചെയ്യാത്തത്? അല്ല, അവൾ അങ്ങനെയാണ്, അവൾക്ക് കുറച്ച് അഹങ്കാരമുള്ള ആ ഒരു ടൈപ്പാണ്, അവൾ ആർക്കും വഴങ്ങി തരില്ല, അതാണ് അവളുടെ സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ ആഹോ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അങ്ങനെ തന്നെയാണ് അവൾ എന്ന് പറയുമ്പോഴാണ് നിധി വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ ഇത്ര നേരം വൈകിയത്? അത് പിന്നെ എന്ന് പറയുമ്പോൾ ഇനി ഇങ്ങ് വാ എന്നും പറഞ്ഞ് ഭൈരവി അമ്മ